ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. യോऽन्तः പ്രവിശ്യ മമ വാചമിമാन् പ്രസുപ്താം സഞ്ജീവയതി അഖിലശക്തിധരസ്വധാംനാം അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇപ്പം ഈ ധ്യാന ശ്ലോകത്തിന് വളരെയധികം ഡീപ്പായിട്ടുള്ള അർത്ഥമുള്ള ശ്ലോകമാണ്. എന്നാൽ സരളമായി ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളായിരിക്കണം. കാപട്യമില്ലാത്ത ആത്മാർത്ഥതയായിട്ട് തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളായിരിക്കണം നമ്മൾ ഉച്ചരിക്കുക. അത് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ആയിരിക്കണം. ഭഗവാനിൽ നിന്ന് വിട്ട് മ്യൂട്ട് ചെയ്യണം. ഭഗവാനിൽ നിന്ന് വിട്ട് വിസ്മരിച്ച് ഉള്ള വാക്കുകളാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പല ധാരാളം അർത്ഥങ്ങളുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും നമുക്ക് ഇന്ന് ചുരുക്കം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ ചോദ്യങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയം തെറ്റിപ്പോയായിരിക്കും ചോദ്യം എന്ന് പറയേണ്ടതായിട്ടിരിക്കുന്ന കാര്യം. ഒരു ചോദ്യം നമ്മൾ ചോദിച്ചുത്തരം പറയുമ്പോൾ ഒരു പക്ഷേ കുറേ സമയം എടുത്തുന്നിരിക്കും. നമ്മുടെ അറ്റൻഷൻ സ്പാൻ തന്നെ അധികം ഉണ്ടായിരുന്നിരിക്കത്തില്ല. പിന്നെ ഇതെല്ലാം അടിസ്ഥാനമായ ചോദ്യമാണ്. അപ്പോൾ ശശി ചോദിച്ച ചോദ്യം, മരപുരിയിൽ നമ്മുടെ ഋഷീശ്വരന്മാരിരുന്ന് പൂജ ചെയ്യുകയും യാഗം ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ അഹിംസ പ്രാധാന്യമാണ് നമ്മുടെ ഹിന്ദു മതത്തിലെങ്കിലും അതെന്താണ് എന്നുള്ള ചോദ്യം. അപ്പൊ അതിനു മുമ്പ് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായത്. ആര് ചോദിച്ചു എന്നുള്ളത് പ്രസക്തമല്ല യഥാർത്ഥത്തിൽ. കാരണം നമ്മുടെ എല്ലാം മനസ്സിൽ ഒരുപക്ഷെ ഈ ചോദ്യം ഉണ്ടായിരുന്നിരിക്കാം. ഹിന്ദു മതത്തിൽ എത്ര ദൈവങ്ങളുണ്ട്? ഒരു ചോദ്യം. അതിനോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം, ഈ ആഹാരാദികൾ നമ്മൾ ശരീരം ജീവിക്കുന്നത് ശരീരത്തിന് നിലനിർത്താനായിട്ട് ആവശ്യമാണല്ലോ. അപ്പൊ അവിടെ മത്സ്യമാംസാദികൾ കഴിച്ചാൽ പാപമാണ്, സസ്യങ്ങൾ കഴിക്കണം, ഇങ്ങനെയൊക്കെയും ഹിന്ദുമതത്തിൽ പറയാറുണ്ടല്ലോ. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? മറ്റു മതങ്ങൾ ഒരു പക്ഷേ വിരുദ്ധമാണല്ലോ. എന്തുകൊണ്ട് മത്സ്യമാംസാദികൾ കഴിക്കുമ്പോൾ പാപമാകുന്നു? ഇങ്ങനെയുള്ള ചോദ്യം, തുടർന്ന് പാപം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അതോടനുബന്ധിച്ച് വരുന്നുണ്ടല്ലോ. പക്ഷെ അതിൽ മൂലമായ ചോദ്യം, എത്ര ദൈവമുണ്ട് എന്നുള്ളതാണല്ലോ. ഹിന്ദുമതത്തിൽ ഭക്തന്മാര് ശിവനെ പൂജിക്കാറുണ്ട്. വേദത്തിൽ കാണുന്ന ഒരു ദൈവം ആണ് ശിവൻ. അതിനുശേഷം പുരാണ ഇതിഹാസങ്ങൾ കാണുന്ന ദൈവം വിഷ്ണു, പിന്നെ ദേവി. അവരുടെ ശിവന്റെയും വിഷ്ണുവിൻ്റെയും ദേവിയുടെയും
പല പല രൂപങ്ങൾ നമ്മൾ ആരാധിക്കാറുണ്ടല്ലോ. ഹിന്ദുമതത്തിൽ 30 ദേവന്മാരുണ്ട്, ദൈവങ്ങളുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് 32 30,000 32 ലക്ഷമാണോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യാം. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ആരാധനാ വിധികളൊക്കെ. ഇതിനുത്തരം നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇതൊന്നും ആദ്യത്തെ ചോദ്യമല്ല. മഹാത്മാക്കളെല്ലാം ഉത്തരം പറഞ്ഞിട്ടുള്ള, പല രീതിയിൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം അതിനെ ആശ്രയിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു. ആദ്യം വളരെ പ്രാധാന്യമാണ് ഉത്തരം പറയുന്നതിന് മുമ്പ്. നമ്മുടെ ഷഡ് ദർശനത്തിൽ ന്യായശാസ്ത്രം എന്നൊരു ദർശനമുണ്ട്. ന്യായശാസ്ത്രത്തിൽ എന്താണ് ചെയ്യുക? ഒരു പ്രസ്താവന ചെയ്യുക. ഇതുപോലെ ദൈവമുണ്ട്, ഇല്ല എന്ന് തുടങ്ങിയ വേദാന്തിക് ചോദ്യങ്ങളാകാം, സാമാന്യ ചോദ്യങ്ങളാകാം. ഇന്നലെ മഴ പെയ്തു, വേറൊരാൾ പറയാം ഇല്ല. അതിനെ സമർത്ഥിക്കുക. അതിന് ചില നിയമങ്ങളുണ്ട് സമർത്ഥിക്കാനായിട്ട്. ആ നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ ആ സത്യത്തെ തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രതിവാദങ്ങളാണ് ന്യായശാസ്ത്രം. അല്ലെങ്കിൽ അതിൽ ന്യായശാസ്ത്രത്തിൽ മറ്റു പല ഭാഗങ്ങളും ഉണ്ടെങ്കിലും ഇതാണ് പ്രധാനപ്പെട്ടത്. ഒരു സത്യം പറഞ്ഞാൽ, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് വാദിയും പ്രതിവാദിയും നടത്തുക. എന്നാൽ അതിൽ തന്നെ ഈ വാദ പ്രതിവാദങ്ങൾ നടത്തുമ്പോൾ ജൽപ്പം, വിദണ്ഡ, ചല ഇങ്ങനെയൊക്കെ ഉള്ള ഉള്ള ഭാഗങ്ങളുമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഒരാൾ വന്നിരിക്കുക, പ്രതിവാദി. ആ പ്രതിവാദി സത്യത്തെ തെളിയിക്കുന്ന ഉള്ള താല്പര്യത്തിന് അപ്പുറത്ത് എനിക്ക് ജയിക്കണം എന്നുള്ള താല്പര്യത്തിൽ, അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒന്നുകിൽ വാദി പറയുന്നതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാണിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരിക. വാദി പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്തെങ്കിലും കൊണ്ടുവന്നൊരു ആർഗ്യുമെന്റ് വരിക. അങ്ങനെ ആ വാദിയിലെ ചില കുറ്റം കാണിക്കുക. ചിലപ്പോൾ ന്യായമില്ലാത്തത്. എൻ്റെ മകളുടെ അമ്മായിയച്ഛൻ വരാമെന്ന് പറഞ്ഞിരുന്നു, സമയം കഴിഞ്ഞു, അദ്ദേഹം വരുന്നതിന് മുമ്പ് എനിക്ക് ചെല്ലേണ്ടതായിട്ടിരിക്കുന്നു എന്നും പറഞ്ഞ് എളുപ്പം പോവുക. വലിയ വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ ഉപയോഗിച്ചിട്ട് പറഞ്ഞ് രക്ഷപ്പെടുക. ഇങ്ങനെയുണ്ട്. കാര്യം അവർക്ക് ജയിക്കണം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയോട് നമ്മൾ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. സത്യത്തെ അറിയുമ്പോൾ അതിനറിയാൻ വേണ്ടിയുള്ള ആ നിശ്ചയത്തോടു കൂടിയിട്ട്, സത്യത്തെ തെളിയിക്കാൻ വേണ്ടിയുള്ള നിശ്ചയത്തോടു കൂടി വരുന്ന ഒരു ചോദ്യങ്ങളാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചെന്നിരിക്കാം. അപ്പോ എത്ര ദൈവമുണ്ട്? ഇപ്പൊ എനിക്ക് നിങ്ങളോട് ഒരു നമ്പർ പറയാം, ഒരു ദൈവമേ ഉള്ളൂന്നോ, നമുക്ക് 3 ദൈവമുണ്ടെന്നോ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഉണ്ടെന്നോ, നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ശിവനുണ്ട്, വേദത്തിൽ ശിവനുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വിഷ്ണു ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് ദേവി ഉണ്ടായി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. പ്രയോജനം എന്താ? ഒരു പ്രയോജനമില്ല. ഒരു പക്ഷെ നിങ്ങൾ വിശ്വസിച്ചെന്നിരിക്കും, പുരാണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം നമുക്ക്, അല്ലേ? വേദത്തിലെ വാക്യങ്ങൾ ചുറ്റി കാണിച്ചുകൊണ്ട്.
നമുക്ക് പറയാം വേദത്തിൽ ശിവൻ എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്നോ, അല്ലെങ്കിൽ വേദത്തിൽ ദേവേന്ദ്രനെ സ്തുതിക്കും, സരസ്വതി സ്തുതിക്കും, അവരെയൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കിങ്ങനെ അത് കഴിഞ്ഞിട്ട് പുരാണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് അതിന് സാധിക്കും. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നും ആവുന്നില്ല. അതുകൊണ്ടും നമ്മുടെ സംശയമൊന്നും പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ സംശയം പൂർണ്ണമായി പോകാനുള്ള മാർഗം, എത്ര ദൈവം നമുക്കുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആരാണ് ചോദിക്കുന്നത് ഈ ചോദ്യം? ആ ചോദിക്കുന്ന ഞാൻ ആരാണ് എന്നറിയേണ്ടതായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ആരാണ് എന്ന് അറിയുമ്പോൾ ഒരുപക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരം കുറച്ചുകൂടെ സരളമായി ഭവിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്കത് ചിന്തിക്കാൻ, നമുക്ക് എത്ര ദൈവമുണ്ട് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം തന്നെയാണ് ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാതെ നമ്മളിൽ നിന്ന് ഭിന്നമായിട്ട് പോയി മറ്റെന്തെങ്കിലും പറയാൻ ഒരു ശ്രമമല്ല ഇവിടെ. ചിന്തിക്കുക ഞാൻ ആരാണെന്ന്. അപ്പോൾ നമുക്ക് പറയാം, ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവരുടെ ഞാൻ സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ, അവരുടെ ഔദ്യോഗിക പദവിയോ, അല്ലെങ്കിൽ ആശ്രമത്തെയോ, അല്ലെങ്കിൽ ഞാൻ മുത്തച്ഛനാണ്, അല്ലെങ്കിൽ അച്ഛനാണ്, ഭർത്താവാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് സാധിക്കും. ഇങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ പരിചയപ്പെടുത്തുക. പുതുതായിട്ടൊരാളെ കാണുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തുക അങ്ങനെയാണല്ലോ. ഇങ്ങനെ നമുക്ക് പറഞ്ഞ് തീർച്ചയായിട്ടും നമുക്ക് ഞാൻ ആരാണെന്നുള്ളൊരു വിവരണം കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അല്പം കൂടെ ചിന്തിച്ച് നോക്കിയാൽ ഇതിനെല്ലാം പ്രമാണങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിലുണ്ട്. കൂടുതലെങ്ങും നോക്കേണ്ട ആവശ്യമില്ല. ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതിന് പ്രമാണം ഉണ്ട്. ഉപനിഷത്തുകൾ പൂർണ്ണമായി പഠിച്ചാൽ, ഏതെങ്കിലും ഒരു ഭാഗം പഠിച്ചാൽ ഒരുപക്ഷെ കിട്ടിയെന്നിരിക്കത്തില്ല. പൂർണ്ണമായി ഏതെങ്കിലും ഒരു ഉപനിഷത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം കിട്ടും. പ്രമാണം ഇതിനുണ്ട്. പക്ഷെ പ്രമാണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രയോജനമില്ലല്ലോ. നമ്മളത് ഉൾക്കൊള്ളണമല്ലോ. അതിനുവേണ്ടി നമുക്ക് ഞാൻ ആരാണെന്ന് നമുക്ക് അല്പം അന്വേഷിക്കാം. അപ്പോൾ ഞാൻ അപ്പൂപ്പനാണ് എന്ന് നമുക്ക് പറഞ്ഞു, ഞാൻ മുത്തച്ഛനാണ് എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ ഞാൻ. പക്ഷെ അത് മുത്തച്ഛൻ ഉണ്ടാകുന്നതിന് മുമ്പും ഞാൻ മുത്തച്ഛനാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, തീർച്ചയായിട്ടും ഞാൻ ഉണ്ടായിരുന്നു. മുത്തച്ഛനായത് കഴിഞ്ഞ വർഷമാണ്. എൻ്റെ മകൾക്ക് ഒരു കുട്ടിയുണ്ടായി, അപ്പോൾ ഞാൻ മുത്തച്ഛനായി എന്ന് പറയാം. അല്ല, പോട്ടെ, ശരിയാണ്. ഞാൻ ഇന്ന് മുത്തച്ഛനായിരുന്നെങ്കിൽ ഇന്നലെ മുത്തച്ഛനല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ അല്ലായിരുന്നത് ഇന്ന് ഞാനാണെങ്കിൽ അതാ ഞാനായിരിക്കാൻ ന്യായമില്ലല്ലോ. കാര്യം ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഇല്ലാത്തവന്ന് ഇന്ന് ഞാൻ ഉണ്ടായെങ്കിൽ ശരിയാ, സമ്മതിക്കും. പക്ഷേ ഇന്നലെ ഞാൻ ആയിരുന്നു, പക്ഷെ ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നു, 5 വർഷം മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു, ഇന്ന് ഞാനുണ്ട്. പക്ഷെ 5 വർഷം മുമ്പ് ഞാൻ മുത്തച്ഛനല്ലായിരുന്നു. അപ്പോൾ ഞാൻ മുത്തച്ഛനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഭർത്താവാണെന്ന് പറയുന്നതിലും എന്തർത്ഥം ഇരിക്കുന്നു? വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഭർത്താവല്ലായിരുന്നല്ലോ, അന്നും ഞാൻ ഉണ്ടായിരുന്നല്ലോ, ഇന്നും ഞാൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഭർത്താവുമല്ലായിരുന്നു, ഞാനൊരു യുവാവുമല്ലായിരുന്നു, അന്ന് യുവാവായിരുന്നു, ഇന്ന് ഞാൻ മുത്തച്ഛനാണ്. ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു, ഇന്ന് ഞാൻ കൊച്ചുകുട്ടിയല്ല. അപ്പോൾ ആ അവകാശവും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. മുത്തച്ഛനായ ഞാൻ ആണ് ഞാൻ എന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ
മുത്തച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്ഥൂല ശരീരത്തെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നതെങ്കിൽ നമുക്ക് സൂക്ഷ്മ ശരീരത്തിലേക്ക് പോകാം. കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന മനസ്സ്, ബുദ്ധി, കളിപ്പാട്ടങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിപ്പാട്ടങ്ങൾ എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് വഴക്കുണ്ടാക്കിയ ആ സമയം, ഇന്ന് കുറച്ചുകൂടെ വിശാല മനസ്സ്, ആ കളിപ്പാട്ടത്തിലുള്ള താല്പര്യം കുറഞ്ഞ മനസ്സ്, ഇന്നത്തെ ബുദ്ധി, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിനും ധാരാളം മാറ്റം വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ ഈ ശരീരം ഞാനാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് ഞാനല്ല. തുടർച്ചയായിട്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ശരീരം, അത് ഞാനല്ല എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടതായിട്ടിരിക്കുന്നു. മനസ്സ്, ബുദ്ധി, ചിത്തം ഇതൊന്നും യഥാർത്ഥം ഞാനല്ല എന്ന് തീരുമാനിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതും ചെറുപ്പത്തിൽ ഞാനുണ്ടായിരുന്നല്ലോ, ബുദ്ധിയില്ലാത്ത ഒരു ജീവിതം ചെറുപ്പകാലത്ത് 2 വയസ്സിന് മുമ്പോ അല്ലെങ്കിൽ വലിയ ബുദ്ധി ഡെവലപ്പ് ചെയ്യാത്തൊരു സമയത്ത് ഞാനുണ്ടായിരുന്നല്ലോ, ഇന്ന് ഞാനുണ്ടല്ലോ. അപ്പോൾ എൻ്റെ സ്ഥൂല ശരീരമോ സൂക്ഷ്മ ശരീരമോ ഞാനല്ല എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടിരിക്കുന്നു. നിസ്സംശയമായിട്ട് നമുക്ക് തീരുമാനിക്കേണ്ടതായിട്ടിരിക്കുന്നു. പക്ഷെ അവിടെയെല്ലാം ഒരു സത്യമുണ്ട്, ഞാനുണ്ടായിരുന്നുവെന്ന്. അപ്പോൾ ഞാൻ ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതായിരിക്കുന്നു, നിസ്സംശയം. വേദത്തിലേക്കോ പുരാണത്തിലേക്കോ ഇതിന്റെ പ്രമാണത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, പ്രമാണം തൽക്കാലത്തേക്ക് ഇരിക്കട്ടെ, സ്വയം ചിന്തിക്കുന്നതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു, അറിയേണ്ടതായിട്ടിരിക്കുന്നു, അനുഭവ രൂപേണ അറിയേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ ഈ സ്ഥൂല ശരീരമോ സൂക്ഷ്മ ശരീരമോ അല്ല, മറ്റെന്തോ ആണ് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അല്ലെങ്കിൽ മറ്റെന്തോ ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഭാര്യ ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാകും അവളുടെ സ്ഥൂല ശരീരമോ സൂക്ഷ്മ ശരീരമല്ല, അതുപോലെ അവളും ഈ സൂക്ഷ്മ ശരീരത്തിനപ്പുറത്ത് മറ്റെന്തോ ആയിരുന്നു എന്ന്. അവിടെ മാറ്റമില്ലാത്ത ഒന്നായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നെങ്കിൽ ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അല്ലാത്ത മറ്റൊന്ന് ആയിരുന്നു ഞാൻ. ഞാൻ മാറ്റമില്ലാത്ത ഒന്നായെന്ന് ഞാൻ മനസ്സിലാക്കിയെങ്കിൽ എൻ്റെ ഭാര്യയും ഇപ്പോൾ മനസ്സിലായി, ഞാൻ ഈ സ്ഥൂല ശരീരമല്ല, സൂക്ഷ്മ ശരീരമല്ല, മറ്റെന്തോ ആയിരുന്നു എന്ന് മനസ്സിലായി. എന്നെ പോലെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന, മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരനും അത് തന്നെ മനസ്സിലായി, എൻ്റെ സഹോദരിയും മനസ്സിലായി. ഇങ്ങനെ ഓരോ ജീവജാലം, ഓരോ മനുഷ്യനും മനസ്സിലായി എന്നിരിക്കട്ടെ സത്യത്തെ, യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്. ഇനിയും അല്പം ശാസ്ത്രത്തിലേക്ക് കിടക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ ശരീരവും മനസ്സ് ബുദ്ധി അല്ലാത്ത ഞാൻ, മാറ്റം വരാതെ ഇരുന്ന് എന്നും നിൽക്കുന്ന ഞാൻ, അല്ലെങ്കിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ആണ് ഞാനെന്നുള്ള യഥാർത്ഥത്തിലുള്ള സത്യമെങ്കിൽ ആ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അത് നമുക്ക് അനുഭവ രൂപേണ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. പക്ഷെ തൽക്കാലത്തേക്ക് അനുഭവത്തിന് മുമ്പ് നമ്മൾ വിശ്വസിക്കുക ഒന്ന്, ശേഷം അനുഭവമാകാം.
ഹിന്ദുമതത്തിലെ ഒരു പ്രാധാന്യം, വിശ്വാസത്തിന്റെ പേരിലൊരു മതമല്ല ഹിന്ദുമതം, അനുഭവത്തിലുള്ള ഒരു മതമാണ്. അതും തൽക്കാലത്തേക്ക് മാത്രം ഒരു വിശ്വാസം ഉണ്ടാകുക, പിന്നെ അനുഭവമായി മാറും. ഒരു കാര്യം നിശ്ചയം, ഞാൻ ഈ ശരീര മനോബുദ്ധികളല്ല. അതുപോലെ തന്നെ ഞാൻ കാണുന്ന ഓരോ ജീവജാലങ്ങളും ആ ശരീരമോ അവരുടെ ബുദ്ധിയോ അല്ല, അതിനപ്പുറത്ത് മറ്റെന്തോ ആണെന്ന് മനസ്സിലാക്കും. ശാസ്ത്രം പഠിപ്പിക്കുന്നു ഇതൊന്നും മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ എത്ര ഞാനുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉത്തരം എന്താണ്? ഞാൻ എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ഒരേ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാ ശരീരവും ആ ഞാൻ തന്നെ, എല്ലാ ശരീരവും എല്ലാ മനസ്സും എല്ലാ ബുദ്ധിയും ആ ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാകും. ഇനിയും നമുക്ക് ഈശ്വരനെ അന്വേഷിക്കാം. എന്നിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു ഈശ്വരൻ എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ഒന്ന് മാത്രമാണ്, ഞാൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കി ഈ ഞാൻ യാതൊരു മാറ്റവും വരാത്ത ഒന്നാണെന്ന് മനസ്സിലാക്കി ഞാൻ ജനിക്കുമ്പോഴും ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോഴും ഞാനുണ്ട്. നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കാര്യമാണ്. ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണെങ്കിലും ഭഗവത്ഗീതയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോഴും ഞാൻ ഉണ്ടായിരിക്കും. അപ്പോഴും ഞാൻ മരിക്കുന്നത് എൻ്റെ ശരീരമാണ്, എൻ്റെ സ്ഥൂല ശരീരമാണ്. സൂക്ഷ്മ ശരീരത്തെ പറ്റി നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷേ സ്ഥൂല ശരീരമാണ് നശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ എപ്പോഴും മരിച്ച ശേഷവും ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരിക്കും എന്ന് തീരുമാനിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പൊ ഒന്ന് മാത്രമായിരിക്കുന്ന ഞാൻ എവിടെ ഇരിക്കുന്നു? അത് അടുത്ത പ്രശ്നമല്ലേ. ഇപ്പൊ ഞാൻ ഇവിടെയുണ്ട്, എൻ്റെ നാട്ടിൽ ഉള്ള എൻ്റെ അച്ഛനും ഞാനും ഒന്നാണെങ്കിൽ ഞാൻ സർവ്വവ്യാപിയാണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ എന്നെ കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തെ നോക്കിയാൽ എനിക്ക് ഇപ്പൊ തന്നെ ഓർക്കാൻ സാധിക്കും. കണ്ടുകൊണ്ടിരുന്നു, അത് മനസ്സല്ല ബുദ്ധിയല്ല എന്നൊക്കെ മനസ്സിലാക്കി ഞാൻ എന്നെ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ അച്ഛനെ കണ്ടുകൊണ്ട് ജീവിക്കുന്നു. ഞാൻ സർവ്വവ്യാപിയാണെങ്കിൽ ഈ സർവ്വവ്യാപിയായ ഞാൻ സർവസാക്ഷിയായി മാറുന്നു. ഇപ്പൊ സർവ്വവ്യാപിയായി സർവസാക്ഷിയായി ഞാൻ മാറി. ചില ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഹിന്ദുമതത്തിൽ രണ്ട് രീതിയിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഈ സർവസാക്ഷിയായി ഇരിക്കുന്ന ഞാൻ ഒന്ന്, അത് മറ്റൊരു മഹാസത്യം, വലിയ സത്യത്തിന്റെ എല്ലാം ഒരു ഭാഗം. അതാണ് ദ്വൈതം. അതല്ല ഞാൻ മാത്രമാണ് സത്യം, എന്നിൽ അപ്പുറത്ത് മറ്റൊരു സത്യമില്ല എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു സത്യം, അദ്വൈതം. രണ്ടുമാവട്ടെ, രണ്ടുമാവട്ടെ. പക്ഷെ നമുക്കൊരു ഉത്തരം കിട്ടി. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഒന്നേ ഉള്ളെങ്കിൽ, ജീവികൾ ഒന്നേ ഉള്ളെങ്കിൽ ദൈവവും ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ദ്വൈതത്തിൽ കൂടെ, അദ്വൈതത്തിൽ കൂടെ ഈ ഒന്നായിരിക്കുന്ന ഞാൻ അഹമേവ ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി, സത്യം ഞാൻ മാത്രമാണ് എന്ന് നമുക്ക് അദ്വൈതത്തിൽ, ശാസ്ത്രത്തിൽ കൂടെ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ അത് വരണമല്ലോ.
ഞാൻ തന്നെയാണ് ആ പരമാത്മാവ്, എന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരമാത്മാവില്ല, അനുഭവത്തിൽ വരണമല്ലോ. അതിലേക്ക് നമ്മൾ കിടക്കേണ്ടതായിട്ടിരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം നമുക്ക് മനസ്സിലായി: ഞാൻ ഈ ശരീര മനസ്സ് ബുദ്ധി അല്ല ഇന്ന് നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലായി. ഈ ലോകത്ത് എല്ലാ ജീവജാലങ്ങളും ഈ ഞാൻ, ശരീര മനോബുദ്ധികളല്ലാത്ത ഏതാണോ അതുപോലെ ഓരോ ജീവജാലങ്ങളും ആ ഞാൻ ആ ശരീരമല്ല, മനസ്സും ബുദ്ധിയുമല്ല എന്ന് നമുക്ക് മനസ്സിലായി. അത് നമുക്ക് ശാസ്ത്രത്തിന്റെ ഒരു അധികാരമില്ലാതെ തന്നെ സ്വയം അനുഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്ത അനുഭവം എവിടേക്കാണ് വേണ്ടത്? ഈ പ്രപഞ്ചത്തിൽ ഞാനും ഒറ്റ ഞാനേ ഉള്ളൂ കേട്ടോ. പ്രപഞ്ചത്തിൽ ആകപ്പാടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. അത് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. ഇനിയും ദൈ പരമാത്മാവ് അല്ലെങ്കിൽ ദൈവം എന്ന് മറ്റൊന്നുണ്ടോ ഇന്ന് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. അത് അറിഞ്ഞേണ്ടതായിട്ടിരിക്കുന്നു. ഇതിനു വേണ്ടി ഒരു യാത്ര, അറിവിന്റെ യാത്ര, മറ്റൊന്നുമല്ല, അറിവിന്റെ യാത്ര ആവശ്യമാണ്. ആ അറിവിലേക്ക് പോകണമെങ്കിൽ, അതായത് ഞാൻ തന്നെയാണ് ഈ സത്യം, എന്നിൽ അപ്പുറത്ത് മറ്റൊരു സത്യമില്ല, അഹമേവ ബ്രഹ്മ അസ്തി എന്ന് ഒരു ബോധം ഉണ്ടാകണമെങ്കിൽ അതിനെ ജ്ഞാനത്തിന്റെ പടിയിൽ കൂടെ, ജ്ഞാനപഥത്തിൽ കൂടെ ഒരു യാത്ര ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അല്ലാതെ അനുഭവിക്കാൻ പറ്റുന്ന ഒന്നല്ല. കാര്യം നമുക്കറിയാം, ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായ ഒരു ഒന്നിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സ്വയം ഞാൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ, ആ ഞാൻ തന്നെയാണ് ഈ പരമസത്യം, എന്നിൽ അപ്പുറത്ത് മറ്റൊരു സത്യമില്ല എന്ന് നമുക്ക് നമ്മുടെ വേദം, മഹാവാക്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, തത്വമസി എന്ന് ഉള്ള മഹാവാക്യം സുലഭമാണ്, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ ഇടയിൽ. അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മഹാവാക്യങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും നമുക്ക്? അതാണ് അടുത്ത പ്രശ്നം. നമ്മളിപ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് വിട്ട് നമ്മൾ ശാസ്ത്രത്തിലേക്ക് പോയിരിക്കുകയാണ് തീർച്ചയായിട്ടും. പക്ഷേ അവിടെ ഒരു വിശ്വാസത്തിന്റെ തലമാകാൻ പാടില്ല, അനുഭവമായി മാറണം. ഇതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതിനുള്ള മാർഗം എന്താണ്? ആ അറിവിന് വേണ്ടി ഒരു പദം നമ്മുടെ ശാസ്ത്രത്തിലുണ്ട്, സനാതനധർമ്മത്തിലുണ്ട്. അതിന് മുമുക്ഷുത്വം എന്ന് പറയും. ഈ ഇതിലേക്ക് പോകണമെങ്കിൽ അതിന് ചില മുൻ തയ്യാറെടുപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആചാര്യ പരമ്പര നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു, അതിന് സാധന ചതുഷ്ടയ ആവശ്യമുണ്ടായിരിക്കണമെന്ന്. ആരാണ് എന്നുള്ള അറിവിലേക്കുള്ളതല്ല, അത് നമുക്ക് പിടികിട്ടി, അവിടെ സംശയമൊന്നുമില്ല. ഇനി ഞാൻ അറിയേണ്ടത് ഞാൻ തന്നെയാണ് ഈ പരമാത്മാവ്, അഹം ബ്രഹ്മ അസ്മി എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടിരിക്കുന്നു. അതിനുള്ള പടിയെ പറ്റിയാണ് ഈ പറയുക. അതറിയണമെങ്കിൽ അതിനു മുമ്പ് അതൊരു അറിവിന്റെ ഒരു പഥമാണ്, പടിയാണ്. ആ പടികൾ കടന്നു പോകണം, എങ്കിൽ മാത്രമേ അത് അനുഭവത്തിലേക്ക് വരുവുള്ളൂ. അതിന് നമ്മൾ അതിന് സാധന ചതുഷ്ടയ ഉണ്ടായിരിക്കണം, അത് കൈവരുത്തണം എന്ന് നമ്മുടെ ആചാര്യ പരമ്പര നമുക്ക് പറഞ്ഞു തരും. എന്താണ് സാധന ചതുഷ്ടയ? വിവേകം ഉണ്ടായിരിക്കണം. അതായത് സൂക്ഷ്മ ബുദ്ധിയോടുകൂടി ചിന്തിച്ച് മനസ്സിലാക്കാൻ ഒരു കഴിവുണ്ടായിരിക്കണം, ഏതാണ് സത്യം, ഏതാണ് അസത്യമെന്ന്. സ്വയം ചിന്തിച്ചിപ്പോൾ നമ്മൾ മനസ്സിലായി, ഞാൻ ശരീരമല്ല, ഈ മനസ്സല്ല എന്ന് മനസ്സിലായി. ഞാൻ ശരീരം മനസ്സിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ശരീരവും മനസ്സിനോടുള്ള ആസക്തി, അല്ലെങ്കിൽ അതുമായിട്ടുള്ളൊരു പ്രത്യേക താല്പര്യം
ആഗ്രഹങ്ങൾ, ഇതൊക്കെ അല്പം മാറ്റി നിർത്തി. ഇപ്പം ഞാനല്ലാത്ത ഒന്നിനോടുള്ള അതിയായ പ്രേമം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു, ഞാൻ ശരീരമല്ല, മനസ്സല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? അത് മനസ്സിലായവർക്ക് മാത്രമാണ് അടുത്ത പടിയിലേക്ക് കടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഉള്ള ഒരു പടിയിലേക്കാണ് ചർച്ചയാണ് നമ്മളിപ്പോൾ നടത്തിയത്. ശേഷമാണ് നമ്മൾ അടുത്ത പടിയിലേക്ക് പോവുക. അല്ലാത്തവർക്ക് ഇത് പ്രയോജനമാകത്തില്ല. ആദ്യം തീരുമാനിക്കുക, ഞാൻ ഈ ശരീരവുമല്ല, ഈ മനസ്സുമല്ല, ഈ ബുദ്ധിയുമല്ല എന്ന്. പിന്നെ പോകേണ്ടതായിട്ടിരിക്കുന്നു സാധന ചതുഷ്ടയിലേക്ക് പോകേണ്ടതായിരിക്കുന്നു. വിവേകം, സൂക്ഷ്മമായ ബുദ്ധി, ഡീപ്പായിട്ടുള്ള അറിവ്, ശരിയായുള്ള അറിവ്, സത്യം എന്താണ് അസത്യം എന്താണ് എന്ന് വേർതിരിച്ചുള്ള അറിവ്. ഇതിനെയാണ് വിവേകം എന്ന് പറയുക. വൈരാഗ്യം എന്ന് പറയുമ്പോൾ ഞാനല്ലാത്ത ഒന്നുമായിട്ട് ഒന്നിനെ പോഷിപ്പിച്ച് അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, അതിനെ സംരക്ഷിക്കുക, അതിന്റെ സുഖമാണ്, ശരീരത്തിന്റെ സുഖമാണ്, മനസ്സിന്റെ സുഖമാണ് ജീവിത ലക്ഷ്യം എന്ന് ചിന്തിച്ച് ജീവിക്കാതെ ഇതിനപ്പുറത്തൊരു സത്യമുണ്ട്, ആ സത്യം അറിയാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയുള്ള ജീവിതം. അപ്പോൾ സാമാന്യമായി ഉണ്ടാകുന്ന വൈരാഗ്യം. താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി, പ്രിയമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാതെ ഹിതമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് വൈരാഗികൾ. രണ്ടാമത്തെ പടി ആയിരിക്കണം. മൂന്നാമത്തെ പടിയില് സാധന, സമാധി, ഷഡ്ക സമ്പത്ത് എന്ന് പറയും. 6 ഗുണങ്ങൾ ഒന്നിച്ചു ചേർത്ത് അദ്ദേഹം ആചാര്യ പരമ്പര നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ശങ്കരാചാര്യ അത് ഒന്നിച്ച് 6 ഒന്നായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അതിൽ ക്ഷമ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ദമ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപരതി, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിഡ്രോവൽ, ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നും മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വിഡ്രോവൽ. ഒരു ലക്ഷ്യത്തെ ആശ്രയിച്ച് നമ്മൾ ഒരു ചിന്തന നടത്തുമ്പോൾ, പ്രവൃത്തി നടത്തുമ്പോൾ താൽക്കാലികമായി വരുന്ന സുഖദുഃഖങ്ങളെ സഹിക്കാനുള്ള ഒരു കഴിവ് തിദിക്ഷ. തന്നെ ശരിയായ മാർഗത്തിലേക്ക്, ശരിയായ അറിവിലേക്ക് നടത്താൻ സഹായിക്കുന്ന ഒരു ഗുരു, ഒരു അധ്യാപകൻ, ഒരു ടീച്ചർ, അറിവുള്ള ആളിനോടുള്ള ഒരു വിശ്വാസം. ശാസ്ത്രത്തെ പഠിക്കാനുള്ള ഒരു ആഗ്രഹം, അതിനുള്ളൊരു വിശ്വാസം. ഇതൊക്കെ തുടക്കത്തിലുള്ളതാണ് കേട്ടോ. തുടക്കത്തിൽ ഇതൊക്കെ പടിയാണ്. ആ വിശ്വാസത്തിന്റെ തലത്തിലുള്ളൊരു മതമല്ല എന്ന് വീണ്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇതൊക്കെ എന്നാൽ തുടക്കത്തിൽ ഈ വിശ്വാസത്തോടു കൂടി നമുക്ക് അനുഭവത്തിലേക്ക് മാറാനായിട്ട് സാധിക്കും. ശ്രദ്ധയുണ്ടായിരിക്കുക, ചുരുക്കത്തിൽ സമാധാനം ഉണ്ടായിരിക്കുക, കാമക്രോധ ലോപമോഹാദികൾ നമ്മളെ ആക്രമിക്കാൻ പാടില്ല. സമനിലയോടുകൂടി ചിത്തത്തോടുകൂടി ചിന്തിക്കാനൊരു കഴിവ്. ഇങ്ങനെ 6 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി ഉണ്ടാകും നമുക്ക് ഈ അറിവിൽ നിന്ന് പൂർണ്ണമായ അറിവ്, ഞാൻ ശരീര മനോബുദ്ധികളല്ല എന്നുള്ളൊരു പൂർണ്ണമായ അനുഭവത്തിനോടുകൂടി ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കും. കാര്യം ഞാൻ എപ്പോൾ ശരീരമാണ്, ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഇപ്പം നമുക്ക് ഉണ്ടാകുന്നതല്ല പോലും. ആ സമയത്തുണ്ടാകും ഈ ശരീരത്തിനും മനസ്സിനൊക്കെ വരുന്ന ദുഃഖങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് എൻ്റെ ദുഃഖമല്ല, അതെൻ്റെ ശരീരത്തിന് ദുഃഖമാണ്. അത് സുഖവും ദുഃഖവും എൻ്റെ ജീവിത ലക്ഷ്യമല്ല. എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്
എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇതൊന്നും അല്ല എന്നുള്ള ഒരു ആ ബോധം പൂർണ്ണമായി എനിക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ എന്തായി മാറുന്നോ അതാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷത്തിനുള്ള ഇച്ഛ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖദുഃഖങ്ങളിൽ നിന്നുള്ള ഉള്ള ഒരു രക്ഷപ്പെടൽ എന്നർത്ഥം. ഇങ്ങനെ സാധന ചതുഷ്ടയ എന്ന് പറയുന്ന ഒരു പടികൾ കൂടെ നമ്മൾ ഒരറിവും നമ്മൾ ചെറുപ്പകാലത്ത് ഉള്ള ഓരോ ഡിഗ്രികൾ നമ്മൾ എടുക്കുന്നു, ഓരോ വിദ്യാഭ്യാസം ചെയ്യുന്നു. അവിടെയൊന്നും ഒരു ദിവസം കൊണ്ട് നമ്മൾ കിട്ടുന്ന ഒന്നല്ലല്ലോ നമ്മൾ. പക്ഷെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒന്ന് കിട്ടി, ഞാൻ ശരീരമല്ല, ഈ മനസ്സല്ല, ബുദ്ധിയുള്ള അല്ല എന്ന് മനസ്സിലാക്കി, ഞാൻ ഇതിനപ്പുറത്തുള്ളൊരു സത്യമാണെന്ന് മനസ്സിലാക്കി. ഇനിയും അന്വേഷിക്കേണ്ടത് എന്താണ്? ഈ ഞാൻ തന്നെയാണോ? ഇനിയും ഭഗവാൻ ഇവിടാണ്, ഭഗവാൻ ആരാണ്, എന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സത്യമാണോ, അതോ ഞാൻ തന്നെയാണോ എന്നറിയേണ്ടതായിട്ടിരിക്കുന്നു. അതിന് ഈ ഈ പടികൾ ഉണ്ടായിരിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതിൽ കൂടെ നമ്മുടെ ശാസ്ത്രം പറയുന്നു, ഭഗവാൻ മറ്റൊന്നുമല്ല, ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ശബരിമലയിൽ ചെല്ലുമ്പോൾ ഭക്തന്മാരോട് അയ്യപ്പൻ ഉപദേശിക്കുന്നു, തത്ത് എന്ന് പറഞ്ഞാൽ അത്, ത്വം നീ ആണ്. തത്ത് എന്ന് പറയുമ്പോൾ എന്തെന്ന് പറയാൻ പേരില്ലാത്തവെന്നർത്ഥം. ഇത്രയുള്ള അർത്ഥം. പേരില്ലാത്ത ഒന്നിനെ സൂചിപ്പിക്കാനുള്ള ഒരു പദം ഉപയോഗിച്ചു എന്ന് മാത്രം തത്ത്. കാര്യം പരമാത്മാവിന്, ഭഗവാനെ, ദൈവത്തിന് എന്ത് പേരാണ് കൊടുക്കുക? അതുകൊണ്ട് ഋഷി തത്ത് എന്നൊരു പേര് കൊടുത്തു എന്ന് മാത്രം. ത്വം നീ എന്നർത്ഥം. തത്വം അസി എന്ന് പറഞ്ഞാൽ ആണ്, അത് നീയാണ്, ആ പരമാത്മാവാണ് നീ എന്ന് ഋഷി നമുക്ക് പറഞ്ഞു തന്നു. അഹം, സംസ്കൃതത്തിൽ അഹം എന്ന് പറയുമ്പോൾ ഞാൻ എന്നർത്ഥം. ബ്രഹ്മ അസ്മി, ഞാൻ തന്നെയാണ് ആ പരമാത്മ സത്യം എന്ന് മനസ്സിലാക്കി. അങ്ങനെ 4 മഹാവാക്യങ്ങൾ കൂടെ, അനേകം മഹാവാക്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട 4 പറയുന്നത്. ഇതിൽ കൂടെ നമ്മുടെ ശാസ്ത്രം നമുക്ക് പറഞ്ഞു, എന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സത്യമില്ല എന്ന്. ഉപനിഷത്തുകളിലേക്ക് ചെല്ലുമ്പോൾ ധാരാളം ഉദാഹരണങ്ങൾ, കഠോപനിഷത്തിലേക്ക് ചെല്ലുമ്പോൾ പറയുന്നു, നീ അല്ലാത്ത മറ്റൊരു സത്യമില്ല മോനെ എന്ന് കൊച്ചുകുട്ടിയോട് യമരാജാവ് പറഞ്ഞു കൊടുക്കുന്നു. നീയാണ് സത്യം എന്ന് നമ്മളെ ഉപദേശിക്കുന്ന ശാസ്ത്രം ധാരാളം നമ്മുടെ സനാതനധർമ്മത്തിൽ ഉണ്ട്, നിസ്സംശയമായിട്ടും. അതെനിക്ക് അനുഭവിക്കണമല്ലോ, അറിയാനുള്ള ഒരു യാത്ര, അറിയാനുള്ള അറിവിൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ അറിവിൻ്റെ യാത്ര മാത്രമാണെന്ന് വിശ്വസിക്കുക നിങ്ങൾ. അറിവിനപ്പുറത്തൊരു യാത്ര നമുക്കില്ല, സനാതനധർമ്മത്തിലില്ല. അറിവിൻ്റെ യാത്രയെ പറ്റിയാണ് പറയുക യാത്രയെന്ന്. ആ യാത്രയിൽ സൂക്ഷ്മമായി നിന്ന് സാധന ചതുഷ്ടയോടുകൂടി ആ അറിവ് നമ്മുടെ അനുഭവമായി മാറുന്നു. അപ്പോൾ എത്ര ദൈവങ്ങളുണ്ട്? ഒരേ ഒരു ദൈവം, അത് മറ്റൊന്നുമല്ല, ഞാൻ മാത്രമാണ്. ഈ ശരീര മനോബുദ്ധികളല്ലാത്ത ഞാൻ മാത്രം. ഇതാണ് സത്യം. സമയം 7 മണിയായി. അടുത്ത ചോദ്യത്തിനോട് ഞാൻ ഉത്തരം പറയാനായിട്ട് ശ്രമിക്കാം. ശശിയുടെ ചോദ്യത്തിന് ഉത്തരം നാളെ ആകേണ്ടതായിട്ടിരിക്കുന്നു. ഇതുമായിട്ട് സംബന്ധിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഞാനിത് യൂട്യൂബ് രീതിയിൽ പബ്ലിഷ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ആർക്കെങ്കിലും ഇത് സംബന്ധിച്ച് വീണ്ടും ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് കോളത്തിൽ അറിയിക്കുക. യഥാശക്തി
പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. രാജു, ഈ അഹിംസ എന്ന് പറയുന്ന അഹിംസയിൽ എന്തൊക്കെയാ ഉൾപ്പെടുത്താൻ പറ്റുന്നത്? ഈ നല്ല ചോദ്യം. മെന്റൽ ടോർച്ചറിങ് ഒക്കെ പിന്നെ നമുക്ക് അതിലുള്ളതാണോ? നല്ല ചോദ്യം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഭാഗവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് ഞാൻ തീർച്ചയായിട്ടും ശരിയായ ഒരു ഉത്തരം തന്നെ തരാനായിട്ട് പരിശ്രമം നടത്താം. യഥാശക്തി പരിശ്രമം നടത്താം. തീർച്ചയായിട്ടും അത് ആ അഹിംസയിലേക്കാണ് ഞാൻ പോവുക. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ നമ്മുടെ ആഹാരം വെജിറ്റേറിയൻ ആയിരിക്കണം എന്ന് ഹിന്ദു മതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ സത്യം എന്താണ്? അഹിംസയിലേക്ക് പോകുന്ന ഒരു ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും. ഞാൻ ഇതിന് ഉത്തരം പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകമായിട്ട് ഉത്തരം നാളെ തീർച്ചയായിട്ടും ശശിയുടെ ചോദ്യത്തിന് ഉത്തരം ഇന്ന് കവർ ചെയ്യാനായിട്ട് സാധിച്ചെന്നിരിക്കത്തില്ല. വേറെ ചോദ്യം, മറ്റാർക്കെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിച്ചു തീർച്ചയായിട്ടും കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം തീർച്ചയായിട്ടും. ഈ ശരീരം നിലനിർത്തുന്നതിന് ആഹാരം ആവശ്യമാണ് എന്ന് നമുക്ക് അറിയാം. എന്തുകൊണ്ട്? ശരീരം അന്നമയമാണ്. അന്നമയം എന്ന് പറഞ്ഞാൽ ശരീരം അന്നം കൊണ്ട് സൃഷ്ടിച്ചതാണ് ശരീരം, മറ്റൊന്നുമല്ല. അച്ഛൻ്റെ ബീജം പോലും അവിടെയാണല്ലോ നമ്മുടെ തുടക്കം, അല്ലേ? അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് വന്നതാണ്. അന്നമയമായ അച്ഛൻ്റെ ശരീരമാണ്. ആ ശരീരത്തിൻ്റെ ബീജമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ചെന്ന് അത് ഞാനായി മാറിയത്. അതെല്ലാം ആഹാരവുമായി ബന്ധപ്പെട്ട ഒന്ന് മാത്രമാണ് ഈ ശരീരം. അപ്പൊ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് അന്നം ആവശ്യമാണ്. ആഹാരം എന്ന അർത്ഥത്തിലാണ് അന്നം. ഇല്ലാതെ അന്നം ഉണ്ടാവുന്നില്ല, ശരീരം ഉണ്ടാവുന്നില്ല. ഇനി പരിശോധിച്ച് നോക്കിയാൽ ഒരു ശിഷ്യന് സംശയമുണ്ടായി പോലും ശരീരം അന്നമയമാണ്. ഗുരുവിനോട് ഉപനിഷത്തിൽ പറയുന്ന ഒരു ഭാഗമാണ്. അറിയാൻ ആഗ്രഹിച്ചു. ശരീരം ഗുരു പറഞ്ഞു കൊടുത്തു. ശരീരം മാത്രമല്ല, മനസ്സും അന്നമയം കൊണ്ടാണ് നിലനിൽക്കുക. മനസ്സിന്റെ നിലനിൽപ്പിനും അന്നമയം ആവശ്യമാണ്. പൂർണ്ണമായി മനസ്സ് അന്നമയമല്ല. ശരീരത്തിൽ മനസ്സിന്റെ ആ നിലനിൽപ്പിന് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഒരു മാസം ആഹാരം കഴിക്കാതിരിക്കുക, ഒരു മന്ത്രം ചെല്ലുക. ഇപ്പം ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ആ മന്ത്രം ചോദിച്ചു ചെല്ലാനായിട്ട്. ശിഷ്യന് സാധിച്ചില്ല, ശിഷ്യന് ഓർമ്മ വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരം പോലും, ശരീരമാണെങ്കിൽ ശോഷിച്ചു. ഒരു മാസം ആഹാരം കഴിക്കാതെ ഇരുന്നു, വളരെയധികം ശോഷിച്ചു, എല്ല് മാത്രമായി മാറി. ഇപ്പോൾ ശരീരം അന്നമയമാണ്. ശരീരത്തെ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് താപത്രയ വിനാശമാണ്. ഇതൊക്കെ നമുക്കറിയാം. ആഹാരം കഴിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഏതൊരു ആഹാരവും കല്ലും മണ്ണും കഴിക്കാൻ സാധിക്കത്തില്ല. നമുക്ക് ജീവനില്ലാത്തൊരു വസ്തുവിനെ കഴിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ സാധിക്കത്തില്ല. അപ്പോൾ മറ്റൊരു ജീവനുള്ള ഒരു വസ്തുവിനെ ആണല്ലോ നമ്മൾ കഴിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പത്തെ എൻക്വയറിയിൽ കൂടെ നമ്മൾ മനസ്സിലായി, എല്ലാ ജീവജാലങ്ങളിലും ഉള്ള ഒരു ജീവശക്തി എന്നോ മറ്റോ എന്തൊക്കെ പറയാൻ നമ്മൾ പേര് പറയാൻ സാധിക്കാത്ത ഒരു സത്യമാണ് ജീവൻ. ആ എല്ലാ ജീവജാലങ്ങളിലും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലായപ്പോൾ അവരുടെ പേര് നമുക്ക് തൽക്കാലത്തെ കൊടുക്കാം. ആത്മ, അതായത് ശരീരവും, ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അല്ലാത്ത ഒന്ന്,
എന്ന് നമ്മൾ പഠിച്ചല്ലോ. അതിന് ആത്മ എന്നൊരു പേര് കൊടുക്കാൻ നമുക്ക് തൽക്കാലത്തേക്ക് അറിയാൻ വേണ്ടി. ആ ആത്മ എല്ലാ ജീവജാലങ്ങളിലും, സസ്യങ്ങൾ പോലും ആ ജീവജാലങ്ങളിലും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഏതൊരു ഞാൻ തന്നെയായിരിക്കുന്ന മറ്റൊരു വസ്തുവിനെ ഞാൻ എൻ്റെ ശരീരത്തിൽ നിലനിർത്താൻ കഴിക്കുക എങ്ങനെ സാധിക്കും? അല്ലേ? അപ്പോൾ അവിടെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഒരു കുറ്റബോധം നമുക്ക്, പാപവും പുണ്യമൊക്കെ ഇരിക്കും, മാറ്റി വെക്കുക. നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാകത്തില്ലേ? സസ്യങ്ങളാണ് കഴിക്കാൻ പോകുന്നത്, പക്ഷെ അതും ആ ഒരു ജീവശക്തി അതിൻ്റെ ശരീരത്തെ നശിപ്പിച്ചിട്ട് ആ ശരീരമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിലുണ്ടാകത്തില്ലേ? അതുപോലെ തന്നെ ഒരു മൃഗത്തിനെ കഴിക്കുമ്പോൾ ഇതുപോലെ ഒരു കുറ്റബോധം ഉണ്ടാകത്തില്ലേ? ഈ ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് മറ്റൊരു ജന്തുവിനെ ആവശ്യം, മറ്റൊരു ജന്തുവിനെ, മറ്റൊരു സസ്യത്തെ ആവശ്യമാണ്. തീർച്ചയായിട്ടും എല്ലാ ശരീരത്തെ നിലനിർത്താനായിട്ട് സാധിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും? പിന്നെ എങ്ങനെ ജീവിക്കും? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു, ഒരു മൃഗത്തെ കൊന്നിട്ട് വേണമല്ലോ അത് കഴിക്കേണ്ടത്. കൊല്ലുമ്പോൾ അതിൻ്റെ ഭാവം, അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമുള്ളത്? അത് മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസം, അതിന് നമ്മളെപ്പോലെ വർത്തമാനം പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കവിഞ്ഞാൽ എന്താണ് വ്യത്യാസം? മനുഷ്യൻ ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു, മൈഥുനം ചെയ്യുന്നു, മറ്റുള്ളവരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നമ്മൾ ഉപദ്രവത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇതല്ലേ മനുഷ്യന്റെ ജീവിതം? ഒരു ജന്തുവിന്റെ ജീവിതം എന്താണ്? നോക്കിയാൽ ഇത് തന്നെയല്ലേ ജന്തുവിന്റെ ജീവിതവും? അപ്പൊ എന്തുമാത്രം വ്യത്യാസമാണ് ഞാനും ഈ ജന്തുവും തമ്മിൽ, ഈ മൃഗവും തമ്മിൽ, അല്ലേ? പ്രത്യേകിച്ച് പശുവിനെ പോലെ ഉള്ളൊരു ജന്തു നമ്മുടെ ശരീരത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ആഹാരാദികൾ തിന്നുകൊണ്ടിരിക്കുന്നു. കൃഷികൾക്ക് വേണ്ടിയിട്ടുള്ള ചാണകം, അതിൻ്റെ മൂത്രം പോലും ശുദ്ധീകരിക്കാൻ അതിന് ഉപകരിക്കുന്നു. അപ്പൊ അതിൻ്റെ ജീവിതം മുഴുവൻ മനുഷ്യന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ജീവിയെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ അത് മനസ്സിലിപ്പം ദുഃഖമുണ്ടാകുന്നില്ലേ? മനസ്സിൽ കുറ്റബോധം തോന്നുകയില്ലേ? യഥാർത്ഥത്തിൽ ചിന്തിക്കുക. അതേസമയം അതുപോലൊരു വികാരങ്ങൾ ഒരു സസ്യത്തിനുണ്ടോ എന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ എത്രയും വികാരങ്ങൾ കുറഞ്ഞ, ബുദ്ധിമുട്ട് വരാത്ത പല സസ്യങ്ങളും നമുക്കറിയാം. അതിന് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും റോസ് പോലുള്ള അതിനെ മുറിച്ചെങ്കിൽ മാത്രമേ അത് വലുതാകത്തുള്ളൂ. പുല്ലാണെങ്കിൽ കട്ട് ചെയ്യുമ്പോഴാണ് വീണ്ടും അത് ഭംഗിയായിട്ട് മുമ്പോട്ട് വീണ്ടും വരിക. അപ്പോൾ അതിന് അതുപോലെ ദുഃഖം ഉണ്ടാകുന്നില്ല. അതുപോലെ അതിൻ്റെ ഒരു ജീവിതമുണ്ട് ചെറുത്. പയറുവർഗ്ഗങ്ങൾ നോക്കി നമ്മൾ നട്ടു കഴിഞ്ഞാൽ അതിനൊരു കാലമുണ്ട്. ഒരു 3 മാസം അതിനുള്ളിൽ അത് ആ പയറ് പറിച്ചെടുത്ത് 3-4 മാസം കഴിയുമ്പോൾ അത് പോയി. അങ്ങനെ ഒരു ജീവിതമാണല്ലോ അത്. അപ്പോൾ അതായിരിക്കുമോ നമ്മുടെ മനസ്സിന് കുറച്ച് കുറ്റബോധം തരുന്നത്? അതോ ഒരു മൃഗത്തെ കഴിക്കുമ്പോഴാണോ? അത് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, സസ്യങ്ങൾ കഴിക്കുകയാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ഇല്ലാതെ നമ്മൾ ആഹാരം നമ്മൾ ദുരുപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു കുറ്റബോധം നമുക്കുണ്ടാകണം. തീർച്ചയായിട്ടും കാര്യം ഒരു ജീവനെ ഇല്ലാതാക്കിയിട്ടാണ് നമ്മൾ ആഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചത്. അത് നമ്മൾ ദുരുപയോഗപ്പെടുത്തുമ്പോൾ നമ്മളൊരു കുറ്റബോധം ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ
ആ വെജിറ്റേറിയൻ എന്നുള്ള ഭാഗത്തിലേക്ക് സസ്യങ്ങളെ കഴിക്കാൻ ഉള്ള ഒരു താല്പര്യം. അതുകൊണ്ട് മൃഗങ്ങളെ നമ്മുടെ ശിഷ്യന്മാരാരും കഴിച്ചിരുന്നില്ല എന്ന് പറയാൻ സാധിക്കത്തില്ല. ആഹാരം ആവശ്യമുണ്ടെങ്കിൽ ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ ആഹാരമില്ലാത്ത സമയത്ത് കഴിക്കേണ്ടതായിട്ടിരിക്കുന്നു. മറ്റൊരു ജന്തുവിനെയാണ് കഴിക്കുന്നത്. ഏതായാലും സസ്യങ്ങളില്ല കഴിക്കാൻ എന്ത് ചെയ്യും? ശരീരത്തെ നിലനിർത്തേണ്ടതായിട്ടിരിക്കുന്നു. ഓർക്കുകയാണ്, ബൈബിൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, കേട്ടു പറഞ്ഞതല്ല, സ്വയം വായിച്ചു പഠിച്ചതാണ്. നിനക്ക് വേണ്ടി ഞാൻ സസ്യങ്ങളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു ആഹാരത്തിന് വേണ്ടിയിട്ട്. പിന്നെ കുറെ ഉള്ളിലോട്ട് കഴിഞ്ഞിട്ട് പറയുന്നു, മൃഗങ്ങളെ ഇങ്ങനെ കഴിക്കാം. ആഹാരമില്ലെങ്കിൽ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ഒരു നിർദ്ദേശം മാത്രമാണത്. അതുകൊണ്ട് സസ്യങ്ങൾ കഴിച്ചാൽ പാപമില്ല എന്ന് പറഞ്ഞോ? ഇല്ല. അല്ലെങ്കിൽ മനസ്സിന് ഒരു ദുഃഖമില്ല എന്ന്, മനസ്സിനൊരു കുറ്റബോധമില്ല എന്ന് പറയുന്നു. ആർക്കാണ് കുറ്റബോധം ഉണ്ടാകുക? കുറ്റബോധം ഉണ്ടാകുന്നത് മറ്റാർക്കുമല്ല ഉണ്ടാകുന്നത്. ആരാണ് ഞാനെന്ന് അറിവുള്ളവർക്കാണ് കുറ്റബോധം ഉണ്ടാകുക. അല്ലാത്തവർക്ക് ഇത് ശരീരമാണ് ഞാനെന്നുള്ള ഭാവത്തോടുകൂടി ജീവിക്കുന്നവർക്ക് അവർക്കിതേപ്പറ്റി ചിന്തയില്ല. അവർക്ക് പാപവും പുണ്യവും ഒന്നുമില്ല യഥാർത്ഥത്തിൽ. ഞാൻ ഈ ശരീരമല്ല, മനസ്സുമല്ല, ബുദ്ധിയല്ല എന്നറിയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കുറ്റബോധം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും കുറച്ച് കുറ്റബോധം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി അതല്ല, എനിക്ക് മത്സ്യമാംസാദികൾ കഴിക്കാതെ ജീവിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ നമ്മളിൽ നിന്ന് ഏറ്റവും അകന്ന ഒരു ജീവിയെ കഴിക്കാനായിട്ട് ശ്രമിക്കണം. കടലിൽ ജീവിക്കുന്ന ജീവി നമ്മളിൽ നിന്ന് വളരെ അകലെയാണല്ലോ. അല്ലെങ്കിൽ നദിയിൽ ജീവിക്കുന്ന ജീവികൾ നമ്മളിൽ നിന്ന് വളരെ അകലെയാണല്ലോ. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നമ്മളിൽ കുറ്റബോധം ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാകാൻ തീർച്ചയായിട്ടും അപ്പോൾ ഏറ്റവും കുറച്ച് കുറ്റബോധം ഉണ്ടാകുന്ന ഒന്നിനെ നമ്മൾ ആഹാരം ആയിട്ട് സ്വീകരിക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ യുക്തിയോടുകൂടി നമ്മൾ നമ്മുടെ ആഹാരം കഴിക്കുമ്പോൾ, നമ്മൾ ആഹാരത്തിനെ നിയന്ത്രിച്ച് കഴിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നു, ഏറ്റവും കുറച്ച് പാപം ചെയ്യാനാണ്, ഏറ്റവും കുറച്ച് കുറ്റബോധം ഉണ്ടാകും. കുറ്റബോധം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇല്ലാതെ ജീവിക്കാൻ സാധിക്കത്തില്ല. നോക്കി, വനത്തിൽ ഒരു മൃഗത്തെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റൊരു മൃഗത്തിന്റെ ആഹാരം, അല്ലേ? അപ്പം ആഹാരം എന്ന് പറയുന്ന ഒരു ജീവിയാണ് കഴിക്കുക. ആ രീതിയിൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ തീരുമാനിക്കണം, ഞാൻ ഒരു സസ്യബുക്കാണോ മാംസബുക്കാണോ അതോ രണ്ടാണോ? അവരവർ തന്നെ ഏതാണ് ഉത്തമം അത് അവരവരുടെ സാഹചര്യം അനുസരിച്ച് അവരവർ ചിന്തിച്ച് എടുക്കേണ്ടതായിട്ടിരിക്കുന്നു. സമയമായതുകൊണ്ട് നമുക്ക് നിർത്താം. അമ്മിണിയുടെ ചോദ്യത്തിന് സമയമുണ്ട്, പക്ഷെ നമുക്ക് നാളെ തീർച്ചയായും 2 ചോദ്യത്തിന് സമയമുണ്ട്. നാളെ അമ്മയുടെ ചോദ്യത്തിന് നമുക്ക് തീർച്ചയായിട്ടും നാളെ നമുക്ക് എടുക്കാനായിട്ടുള്ള സമയം നമുക്കുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടോ? കൂട്ടത്തിൽ ആഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മുന്നത്തെ ചോദ്യമുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് വ്യക്തമായ, നിങ്ങൾക്ക് അവിടെ വ്യക്തമാകാത്ത ഭാഗമുണ്ടെങ്കിൽ അതിലും ചോദിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞത് വ്യക്തമായല്ലോ അല്ലേ? അല്ലെ മ്യൂട്ടിലായതുകൊണ്ട് സൗണ്ട് കണ്ട് കേൾക്കാൻ സാധിക്കുന്നില്ല. പൊന്നോ ചേച്ചി, എല്ലാം കേൾക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതെല്ലാം കേൾക്കുന്നുണ്ട്. ചിന്തിക്കുക. അപ്പോൾ ഈ കേട്ട് കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊന്ന് വിട്ടുപോകും കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം മനനം ചെയ്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കണം. നമ്മൾ തന്നെ നമുക്കൊരു ആൻസർ ഉണ്ടായിരിക്കണം. നമുക്കുണ്ടായിരിക്കണം. ഹിന്ദു മതത്തിൽ എത്ര ദൈവമുണ്ട്? നമുക്ക് തന്നെ ഒരു ഉത്തരം ഉണ്ടായിരിക്കണം, അല്ലേ? അത് ശാസ്ത്രത്തിൽ നിന്ന് പഠിച്ചതാകാം, ആചാരം നിന്ന് കേട്ടതാകാം. പക്ഷെ നമുക്ക് തന്നെ ഒരു ഉത്തരം ഉണ്ടാകണം. നമ്മൾ ആ ഉത്തരത്തെ ചെല്ലുന്നേരം വരെ എന്ത് ചെയ്യുന്നു? നമ്മൾ വീണ്ടും എത്ര കേട്ടാലും നമുക്ക് വീണ്ടും സംശയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ പിന്നെ നമുക്ക് ചോദിക്കാം, വിഷ്ണു ആരാണ്, ശിവൻ ആരാണ്, ഇതൊക്കെ ചോദിക്കാം. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം നമുക്ക് ഉത്തരമുണ്ട്. എന്താണ് വിഷ്ണു? സർവ്വവ്യാപിയാണ് വിഷ്ണു. വിഷ്ണു പദത്തിന് തന്നെ അർത്ഥം സർവ്വവ്യാപി എന്നർത്ഥം. ശിവൻ ആരാണ്? മംഗളമാണ് ശിവൻ.
അപ്പോൾ മംഗളം എന്ന് പറയുന്നതും ശിവന് വിഷ്ണു എന്ന് പറയുന്നതും ഏതെങ്കിലും ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരു രൂപം എവിടെയെങ്കിലും ആണോ? അല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും തീരുമാനിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു രൂപത്തിനെ പറ്റി അല്ല അവിടെ നമ്മൾ സൂചിപ്പിക്കുക. വിഷ്ണുപദമോ ശിവപദമോ ഒന്നും ഒരു രൂപത്തിനെ പറ്റി അല്ല പറയുക അവിടെ. അതെ. സർവവ്യാപിയായ ഞാൻ, സർവവ്യാപിയായ ആ പരമാത്മാവിനെ വിഷ്ണു എന്ന് പേര് നമ്മൾ വിളിച്ചു. മംഗളസ്വരൂപനായ ആ പരമാത്മാവിനെ ശിവൻ എന്ന് പേര് വിളിച്ചു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഒരു മാതാവാണല്ലോ സൃഷ്ടി ചെയ്യുന്നത്. ആ മാതൃരൂപത്തിൽ കണ്ട ഭക്തൻ ദേവി എന്ന് വിളിച്ചു. ഒരേ പരമാത്മ സത്യത്തിനെയാണ് ഈ ദേവി എന്ന് വിളിച്ചതും വിഷ്ണു എന്ന് വിഷ്ണു എന്ന് വിളിച്ചതും ശിവൻ എന്ന് വിളിച്ചതും ഒരേ സത്യത്തിനെ തന്നെ വിളിച്ചു. ഒരേ സത്യത്തിനെ തന്നെയാണ് വിളിച്ചത്. അവരവരുടെ ഭാവം അനുസരിച്ച് വിളിച്ചു എന്നർത്ഥം. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്നാ പിന്നെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അങ്ങനെ ടീച്ചറിനെ ബുദ്ധിമുട്ടിക്കും. ആ ഒരു ആശയം എല്ലാവരിലും ഉണ്ടായാൽ അധികം ക്വസ്റ്റ്യൻസിനൊന്നും. രാജഗോപാലപിള്ള പണ്ട് കാലത്ത് ഞാൻ കണ്ടിരുന്ന രാജഗോപാലപിള്ളയായിരുന്നു. ഇപ്പൊ രാജഗോപാലപിള്ള ഞാൻ കാണുന്ന അതായിട്ടല്ല ആചാര്യന. എന്നാലും ആ രാജഗോപാലപിള്ള മഴയായ രാജഗോപാലപിള്ള തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. ആ ഒരു ബോധം എല്ലാവരിലും ഉണ്ടായാൽ പിന്നീട് ഒരു ക്വസ്റ്റ്യനും ആൻസർ ഇല്ല. വിഷ്ണുവും ശിവനും ദേവിയും. ഇന്നലെ ഞാൻ കണ്ടു ആയിരക്കണക്കിന് ആൾക്കാർ കൈലാസത്തിൽ പോകുന്നു ശിവനെ. നമ്മുടെ ആൾക്കാരാ അതിൽ 76-80 വയസ്സുള്ള ആൾക്കാരുമുണ്ട്. ശിവൻ വസിച്ചിരുന്ന